വിശ്വകർമാവ്, ദേവന്മാരുടെ ശില്പി. അഷ്ടവസുക്കളിൽ എട്ടാമനായ പ്രഭാസന്റെ പുത്രനാണ് വിശ്വകർമാവ്. ബൃഹസ്പതിയുടെ സഹോദരിയും ബ്രഹ്മചാരിണിയും യോഗസിദ്ധി നേടിയവളുമായ വരസ്ത്രീയായിരുന്നു പ്രഭാസന്റെ ഭാര്യ. പ്രഭാസന് വരസ്ത്രീയിൽ വിശ്വകർമ്മ പ്രജാപതി ജനിച്ചു. ഈ വിശ്വകർമാവ് അനേകായിരം കൈത്തൊഴിലുകൾ കണ്ടുപിടിച്ചവനും ദേവന്മാരുടെ ശില്പിയും ആയിരുന്നു. ഇദ്ദേഹമാണ് ദേവന്മാരുടെ കൊട്ടാരങ്ങളും ആയുധങ്ങളും നിർമ്മിച്ചിരുന്നത്. വിശ്വകർമാവിന് 5 മുഖങ്ങളാണുള്ളത്. ഓരോ മുഖവും വ്യത്യസ്തമാണ്. സഭ്യോജാത മുഖം വെളുത്തതും, വാമദേവ മുഖം കറുത്തതും, അഘോരമുഖം ചുവന്നതും, ഈശാനമുഖം നീലയും, തത്പുരുഷ മുഖം മഞ്ഞയുമാണ്. വിശ്വകർമാവിൻ്റെ സന്താനങ്ങളായി പലരെയും പുരാണങ്ങളിൽ കാണുന്നുണ്ടെങ്കിലും 5 പുത്രന്മാരെയും 4 പുത്രിമാരെയും പറ്റിയാണ് കൂടുതലായി പരാമർശിച്ചു കാണുന്നത്. മഹാവിഷ്ണു രാമനായി ഭൂമിയിൽ അവതരിച്ചപ്പോൾ രാമനെ സഹായിക്കുന്നതിന് വേണ്ടി ദേവന്മാർ കുരങ്ങന്മാരായി കാടുകളിൽ ജനിക്കുകയുണ്ടായി. ആ ഘട്ടത്തിൽ വിശ്വകർമാവ് നളൻ എന്ന വൻകുരങ്ങനെ ജനിപ്പിച്ചതായി വാൽമീകി രാമായണം ബാലകാണ്ഡത്തിൽ കാണുന്നു. വിശ്വകർമാവിന് നളനെ കൂടാതെ 4 പുത്രന്മാരും 4 പുത്രിയും ഉണ്ടായിരുന്നു. അജൈകപാത്, അഹിർബുദ്ധൻ, ത്വഷ്ടാവ്, രുദ്രൻ എന്നീ പുത്രന്മാരും സംജ്ഞ, ചിത്രാംഗത, സുരൂപ, ബർഹിഷ്മതി എന്നീ 4 പുത്രിമാരും. ഇവരിൽ സംജ്ഞ സൂര്യദേവൻ്റെ പത്നിയാണ്. സൂര്യന് സംജ്ഞയിൽ മനു, യമൻ, യമി എന്നീ 3 സന്താനങ്ങൾ ജനിച്ചു. മഹാവിഷ്ണുവിൻ്റെ സുദർശന ചക്രവും പരമശിവൻ്റെ ത്രിശൂലവും ബ്രഹ്മാവിൻ്റെ ശക്തി എന്ന ആയുധവും കുബേരൻ്റെ പുഷ്പക വിമാനവും നിർമ്മിച്ചത് വിശ്വകർമാവാണെന്ന് വിഷ്ണു പുരാണത്തിൽ കാണുന്നു. ആ കഥ ഇങ്ങനെയാണ്. സൂര്യദേവൻ വിശ്വകർമാവിൻ്റെ പുത്രിയായ സംജ്ഞയെ വിവാഹം കഴിച്ചുവെന്ന് പറഞ്ഞല്ലോ. പക്ഷേ അവൾക്ക് ഭർത്താവിൻ്റെ ചൂട് സഹിക്കുവാൻ നിർവാഹമില്ലാത്തതിനാൽ കുടുംബജീവിതം ഭദ്രമായിരുന്നില്ല. ഒരിക്കൽ സംജ്ഞ പിതാവായ വിശ്വകർമാവിൻ്റെ അരികിൽ വന്ന് ഭർത്താവിൻ്റെ ഊഷ്മാവൽപ്പം കുറച്ചു തരണമെന്ന് അപേക്ഷിച്ചു. അതനുസരിച്ച് വിശ്വകർമാവ് ശാണോപല യന്ത്രത്തിൽ സൂര്യനെ കയറ്റിവെച്ച് കടഞ്ഞ സൂര്യൻ്റെ തേജസ് കുറച്ചു. എന്നാൽ യന്ത്രത്തിലിട്ട് കടഞ്ഞിട്ടും സൂര്യ തേജസ്സിൻ്റെ 8/1 ഭാഗം മാത്രമേ കുറയ്ക്കുവാൻ വിശ്വകർമാവിന് കഴിഞ്ഞുള്ളൂ. വിശ്വകർമാവ് കടഞ്ഞപ്പോൾ സൂര്യന് നഷ്ടപ്പെട്ട ആ സൂര്യ തേജസ് അത്യന്തം ജ്വലിച്ചുകൊണ്ട് ഭൂമിയിൽ വീണു. ആ തേജസ് കൊണ്ട് വിശ്വകർമാവ് സുദർശന ചക്രവും ത്രിശൂലവും പുഷ്പക വിമാനവും ശക്തി എന്ന ആയുധവും നിർമ്മിച്ചു. ത്രിശൂലം ശിവൻ്റെ കയ്യിലും ശക്തി ബ്രഹ്മാവിൻ്റെ പക്കലും പുഷ്പക വിമാനം കുബേരൻ്റെ കയ്യിലും വിശ്വകർമാവ് ഏൽപ്പിച്ചു. ഏറ്റവും ജ്വലിച്ചുകൊണ്ടിരുന്ന സുദർശന ചക്രം നിർമ്മിച്ച വിശ്വകർമാവിനെ കൊണ്ട് പോലും എടുക്കുവാൻ സാധിക്കാത്തതിനാൽ അത് സമുദ്രത്തിൽ ഉപേക്ഷിച്ചു. പിന്നീട് ഈ സുദർശന ചക്രം തന്നിലുള്ള വിശ്വാസത്തിൽ സംപ്രീതനായ മഹാദേവൻ വിഷ്ണുവിന് നൽകിയതായി ശിവപുരാണത്തിൽ കാണുന്നു. ഹിന്ദു വിശ്വാസപ്രകാരം ലോക സൃഷ്ടാവാണ് വിശ്വകർമാവ്. വിശ്വം എന്നാൽ ലോകവും കർമാവ് എന്നാൽ സൃഷ്ടാവ് എന്നുമാണ്. വേദങ്ങളിൽ പരമപിതാവായി വിശ്വകർമാവിനെ കാണുന്നു എങ്കിലും വേദങ്ങൾക്ക് ശേഷമുണ്ടായ പുരാണങ്ങളിൽ തീരെ ശക്തി കുറഞ്ഞ ദേവനാണ് ഇദ്ദേഹം. ബ്രഹ്മാവ് സൃഷ്ടിയും വിഷ്ണു സ്ഥിതിയും ശിവൻ സംഹാരവും വിശ്വകർമാവ് ഇവരെ അനുസരിക്കുന്ന സഹായിയായ ശില്പിയുമായാണ് പറഞ്ഞിരിക്കുന്നത്. വിഷ്ണു പുരാണത്തിൽ ബ്രഹ്മാവിൻ്റെ പുത്രനാണ് വിശ്വകർമാവ് എന്നും കാണുന്നു. ഋഗ്വേദത്തിൽ 10-ാം അധ്യായത്തിലും യജുർ, സാമ, അഥർവ വേദങ്ങളിൽ പല അധ്യായങ്ങളിലും വിശ്വകർമാവിനെ പാലകനായും സൃഷ്ടാവായും സ്തുതിക്കുന്ന ഒട്ടേറെ സൂക്തങ്ങളുണ്ട്.